ഹായ് ഗൈസ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പം നമ്മൾ നാട്ടിലെത്തിയെന്ന് പറഞ്ഞ് വീഡിയോസൊക്കെ ഇട്ടെങ്കിലും നാട്ടിൽ അങ്ങനെ വീഡിയോസൊന്നും ഇട്ടില്ല. നമ്മൾ വന്നു കഴിഞ്ഞിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. കുറച്ച് പേഴ്സണൽ കാര്യങ്ങളും ഹോസ്പിറ്റലിലെ ചെക്കപ്പും അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ടല്ലോ നാട്ടിൽ വരുമ്പോൾ. അപ്പോൾ അതൊക്കെ ചെയ്യുമായിരുന്നു വെച്ചാൽ പിന്നെ അങ്ങോട്ടായി നമുക്ക് ടൈം കിട്ടത്തില്ല. അപ്പോൾ അതൊക്കെ പേഴ്സണൽ കാര്യമായിട്ട് പിന്നെ അതൊന്നും വീഡിയോ എടുത്തിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് അങ്ങനെ പേഴ്സണൽ കാര്യങ്ങൾ ഒരുപാട് പേഴ്സണൽ കാര്യങ്ങളൊന്നും വീഡിയോ എടുക്കാറില്ല. ഞാൻ അതുകൊണ്ട് അതൊന്നും ഞാൻ എടുത്തില്ല. അപ്പോൾ എന്താ നാട്ടിലെ വിശേഷം, നാട്ടിൽ നല്ല മഴയാണ് കേട്ടോ. ഫുൾ ടൈം മഴ. നമ്മളവിടെ മഴയില്ലാത്തപ്പോൾ ഇവിടെ മഴ കാണുമ്പം ഇവിടുത്തെക്കാർക്ക് കണ്ട് മടുത്ത്. നമ്മൾ വന്ന് കുറച്ച് ദിവസം ആയതുള്ളതുകൊണ്ട് നമുക്ക് ഭയങ്കര സന്തോഷമാണ് മഴ പെയ്യുമ്പോൾ. ഭയങ്കര മഴയാണ്, തോരാത്ത മഴ. ഇന്ന് ഇത്ര നേരം ഇപ്പോൾ ഒന്ന് തോന്നുന്നു, ഇനി അങ്ങോട്ട് ചാറുന്നുണ്ട് കേട്ടോ. ഞാൻ വെളിയിൽ നിന്നിട്ട് അപ്പോൾ വീഡിയോയിൽ ബാക്ക്ഗ്രൗണ്ടിൽ സൗണ്ടുകളൊക്കെ കാണും കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ വീട്ടിലാണ് കേട്ടോ നിൽക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസത്തെ പ്രത്യേകത തന്നെ എൻ്റെ സിസ്റ്റർ ഇൻ ലോ എന്ന് വെച്ചാൽ ചേട്ടൻ, എൻ്റെ ഹസ്ബൻഡിൻ്റെ സിസ്റ്ററിൻ്റെ മോളുടെ ബർത്ത്ഡേ. അപ്പോൾ നമ്മൾ ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നമ്മൾ പുറത്ത് പോയിട്ട് ആഘോഷിക്കുന്നു. അപ്പോൾ അവരെല്ലാം വരും. അപ്പോൾ ഞാനും ഏട്ടനും റെഡി ആയിട്ട് നിൽക്കുക. നമ്മൾ പുറത്ത് പോയിട്ട് ഫുഡ് കഴിക്കാം, പിന്നെ പുറത്ത് പോയി കേക്കൊക്കെ മുറിക്കാം. പിന്നെ അവരുടെ വീട്ടിലും ഒന്ന് പോകുന്നുണ്ട്, അവിടെയും പോയി പിന്നെ പുറത്തൊക്കെ ഒന്ന് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങളെ വീഡിയോയിലേക്ക് കൂട്ടാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മൾ ഇത് അപ്പോൾ ചേട്ടൻ്റെയൊക്കെ വീട്ടിലെത്തിയിട്ടാ. ഇവിടെ കാവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര രസമായിട്ട്. ഇവിടെ അമ്പലമൊക്കെ ഉണ്ട്. ഇതിൻ്റെ സൈഡിൽ തന്നെ അമ്പലം, കാവ് അങ്ങനെയുള്ള സംഭവമൊക്കെ ഉണ്ട്. എടുക്കുക കാവ്. ഈ ഒരു പ്ലാവിലെ ഇതിങ്ങനൊരു പൊത്തൊക്കെ ഉണ്ട് കേട്ടോ. ആ പൊത്തിൽ പണ്ട് കായങ്ങളും കൊച്ചുണ്ണി ഹൈഡ് ചെയ്തിട്ടുണ്ടെന്നൊക്കെ ഇങ്ങനെ ഐതിഹ്യം പറയുന്നതൊക്കെ അറിയില്ല. ഇത് പക്ഷെ കുറേയൊക്കെ ദ്രവിച്ച് ഒടിഞ്ഞൊക്കെ പോയിട്ടുണ്ട്. ഇതാണ് ഏട്ടൻ്റെ സിസ്റ്ററിൻ്റെ വീടാട്ടോ. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ ബർത്ത്ഡേ ആഘോഷിക്കാൻ വന്നതാട്ടോ ഇവിടെ. Happy birthday to you. Happy birthday dear Meenu. Happy birthday to you. May God bless you dear. May God bless you dear. Happy birthday to you. Happy birthday to you. ശരിക്കും ആരാ കഴിക്കണ്ടേ? അവക്ക് വെച്ചു കൊടുക്ക്. നിങ്ങളെ ഫോട്ടോ എടുത്തില്ല. അത് ചിലപ്പോഴേ ഇങ്ങനെ നമ്മൾ പറഞ്ഞ് ഉണ്ടാക്കുന്നതിന് ഇത്രയും ടേസ്റ്റ് ചിലപ്പോൾ വരും. അങ്ങനെയൊക്കെ വരും. മൊത്തത്തിൽ ചമ്മല് പോലെ ബർത്ത്ഡേ ആയതിന്റെ ഒരു ഇതാ. ഇവന് കഴിക്കാൻ തോന്നുന്നുണ്ട്, പക്ഷെ കഴിക്കാനുള്ള നമ്മളെ കഴിച്ചിട്ടുണ്ട്. മോള് നിന്നില്ലല്ലോ, ഞങ്ങള്
5 ഒന്ന് എടുക്കാൻ വരും. ഇല്ല ഇല്ല ഇതിലേക്ക് ഇങ്ങനെ പിടിക്കും. വീഡിയോ ആയിരുന്നു എന്നാണ് സംസാരിച്ചത്. അത് കഴിഞ്ഞ് ഞങ്ങൾ പുറത്ത് പോയിട്ട് ഫുഡ് കഴിക്കാനാണ് പോയത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കായംകുളത്ത് ഒരു കടയിൽ പോയിട്ട് ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ അവിടെ കൂടുതലും നോൺ വെജ് ആയിരുന്നു ഉള്ളത്. അതുകൊണ്ട് ഞാൻ പാൽക്കപ്പ മാത്രം മേടിച്ചു കേട്ടോ. അതിൻ്റെ കൂടെ സൈഡൊന്നും വെജിൻ്റെ അവിടെ കുറവായിരുന്നു, വളരെ കുറവായിരുന്നു. അപ്പോൾ എന്തൊക്കെ ഐറ്റം എന്നൊക്കെ ഞാൻ മറന്നു പോയിട്ടോ. കുറേ പല ഐറ്റംസ് ഉണ്ടായിരുന്നു. ചിലതൊക്കെ നല്ലതായിരുന്നു, ചിലതൊന്നും അത്ര ആർക്കും ഇഷ്ടപ്പെട്ടില്ല. എൻ്റെ പാൽക്കപ്പ കുഴപ്പമില്ലായിരുന്നു, ഇച്ചിരി ലൂസായി പോയി. ഇച്ചിരി തിക്കായിട്ടാണ് പാൽക്കപ്പ ഞാൻ കഴിച്ചിട്ടുള്ളത്. അപ്പം കുറച്ച് ലൂസായി പോയെന്നുള്ളൂ കേട്ടോ. ആയിട്ടുണ്ട്, ഞാൻ ഇടും, സത്യമായിട്ട് ഞാൻ ഇടും. കറിയൊന്നും ഇല്ലല്ലേ, വല്ല കറി വേണമെങ്കിൽ പറഞ്ഞു. ഇത് നാടൻ കോഴി. ഇത് ആർക്കും ടേസ്റ്റ് ചെയ്യാൻ വേണം. ടേസ്റ്റ് ചെയ്ത് കഴിച്ചിട്ടുണ്ടോ? ഇത് മറ്റേ അല്ല, ഞാൻ കഴിക്കാൻ പോകുന്നുണ്ടോ കഴിച്ചോടി. ടേസ്റ്റ് ചെയ്യണോ? വേറെ കഴിച്ചോ, വേറെ സ്പൂൺ കഴിച്ചപ്പോ. അല്ല, ഞാൻ കഴിച്ചതിന്റെ ബാക്കി കഴിച്ചത് നല്ല പക്കമാണ്. കണ്ടോ ഇങ്ങനെ കറി വേണ്ട, ഞാൻ സൂപ്പ് കഴിക്കുന്നവരേക്ക് കുഴപ്പമില്ല. കറി വേണ്ട. ഇത് ഒന്നത് ലൂസാണ്, ഇനി കൈ ഇട്ട് കുഴക്കേണ്ടി വരാൻ. ആണോ? അല്ല കുഴപ്പമില്ല, അത്ര പോയിച്ചില്ല. ഇന്നലത്തെ കറിയുടെ അത്ര പോരാ, കാര്യം പുകഴ്ത്തിയത്. ഞാൻ ഇന്നത്തെ കറി എത്ര പോരാ. ബില്ല് കണ്ട് ഞങ്ങൾ ഞെട്ടി ഗൈസ്. എന്തോ എത്ര ഉണ്ട്? വാഴയില കരച്ചു തറന്നു, വാഴയിലാണ്. അപ്പോൾ മോൾക്ക് ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് മേടിക്കാൻ വേണ്ടി ഞങ്ങൾ എസ് ഭാരതി പോയിട്ട്, ഞാൻ അകത്തുള്ള വീഡിയോ എടുക്കാൻ മറന്നു. അത്ര തിരക്കായിട്ട് നമുക്ക് നിൽക്കാൻ സ്ഥലമില്ല. അപ്പോൾ ഞങ്ങൾ പിന്നെ അവിടെ നിന്നെങ്കിൽ പോകുന്നു, പിന്നെ എപ്പോഴും എടുക്കാമെന്ന് വെച്ചാൽ അത്രയ്ക്ക് തിരക്കായിരുന്നു. അന്ന് എന്തോ സൺഡേ, പിന്നെ ഓണത്തിൻ്റെയൊക്കെ തിരക്കാണ്ട് കയറാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. ഞങ്ങൾ അതുകൊണ്ട് അവിടെ നിന്ന് പോയിട്ട് നേരെ അഴീക്കൽ ബീച്ചിലേക്ക് പോയിട്ടോ കേക്ക് മുറിക്കാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ ഓൾറെഡി ബീച്ചിൽ വെച്ചിട്ട് കേക്ക് മുറിക്കാമെന്നായിരുന്നു കേട്ടോ പ്ലാൻ ചെയ്തത്. അപ്പോഴാണ് അവിടെ ചേച്ചിയുടെ സിസ്റ്റർ ഇൻ ലോ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ചേച്ചിക്ക് വേണ്ടിയിട്ട് ചേച്ചി പുറത്തോട്ട് വരുന്നില്ലെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് വീട്ടിൽ വെച്ചിട്ട് ഒരു കേക്ക് മുറിച്ച്, പിന്നെ നമ്മൾ ഓൾറെഡി പ്ലാൻ ചെയ്തുകൊണ്ട് പിന്നെ പുറത്ത് പോയിട്ട് മുറിക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ ഞങ്ങൾ അഴീക്കൽ ബീച്ചിൽ വന്നു കേട്ടോ. അപ്പോൾ അവിടെ ഭയങ്കര തിരക്കുള്ള ദിവസമായിരുന്നു. പിന്നെ കുറച്ച് കുറവുള്ള സ്ഥലത്തോട്ട് മാറി ഞങ്ങൾ കേക്കൊക്കെ മുറിക്കാനായിരുന്നു കേട്ടോ. അപ്പോഴായിരുന്നു വേറൊരു യൂട്യൂബ് ചാനൽ എന്തോ ഇങ്ങനെ അഭിപ്രായം ചോദിക്കാൻ വേണ്ടിയിട്ട് ബിനിച്ചേട്ടനോട് എന്തൊക്കെയോ ചോദിക്കുകയായിരുന്നു. ബിനിച്ചേട്ടൻ കുറച്ച് സമയം തൊട്ട് കുറേ സമയം എടുത്ത് എന്തൊക്കെയോ പറയുന്നത് കേട്ടോ. അതിന് ഞങ്ങൾ കേക്കൊക്കെ ഇവിടെ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. ബാക്ക്ഗ്രൗണ്ട് ബീച്ച് വരുന്ന രീതിയിൽ. Happy birthday to you, happy birthday to Minu, happy birthday to you, happy birthday to you. ഫോട്ടോ എടുക്കണേ, ഈ ഫോട്ടോ വീഡിയോ 2 വീഡിയോ അല്ലേ? Happy birthday to you, happy birthday to you. പിരിച്ചിട്ട് എന്ത് പേടിപ്പിക്കുന്നേ?
എന്നിട്ട് നമ്മൾ കേക്ക് അവിടെ വെച്ച് തന്നെ മുറിച്ച് കഴിച്ചു കേട്ടോ. ഇതിൽ നല്ലത് ആദ്യം മുറിച്ച കേക്കായിരുന്നു. ഇതും നല്ലതായിരുന്നു, എന്നാൽ ഉച്ചയുടെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട മറ്റേ കേക്കാണ്. അപ്പോൾ കേക്കൊക്കെ പകുതി ഒക്കെ ഞങ്ങൾ കുറച്ച് അവിടെ കഴിച്ചു. എന്നിട്ട് നമ്മൾ ഇപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലോട്ട് പോവുക കേട്ടോ. അപ്പോൾ അവിടെ അടുത്ത് തന്നെയാണ്, തൊട്ടപ്പുറം ഇപ്പുറമാണ് ഇപ്പോൾ കല്യാണം നടക്കാൻ പോകുന്ന വീട്, ഏട്ടൻ്റെ ചിറ്റപ്പൻ്റെ വീട്. അപ്പോൾ അവിടെ എല്ലാവരും കൂടി ഇന്നൊന്ന് കൂടുന്നുണ്ട്, കല്യാണത്തിൻ്റെ കുറച്ച് ചർച്ചകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട്. അപ്പോൾ ഞങ്ങൾ പോകുന്നതിന് മുമ്പായിട്ട് തന്നെ കുറച്ച് നേരം ബീച്ചിൽ സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ മോക്ക് എന്തോ കീച്ചൺ പേരൊക്കെ ഇടുന്ന ടൈപ്പ് കീച്ചൺ വേണമെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അതൊക്കെ അവരോട് ചോദിച്ച് ഇങ്ങനെ എഴുതി തരാൻ പറ്റുമെന്നൊക്കെ ചോദിച്ച് പിന്നെ കുറച്ച് നേരം ബീച്ചിലൊക്കെ നമ്മൾ സ്പെൻഡ് ചെയ്തു കേട്ടോ. സൺസെറ്റ് ഒക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ പോയത്. അഴീക്കൽ ബീച്ചിനെ പറ്റി പറയുകയാണെങ്കിൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആട്ടോ. എപ്പോൾ ചെന്നാലും തിരക്ക് തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ ഇച്ചിരി ഡേഞ്ചറായിട്ടുള്ള ഇച്ചിരി എന്താ വെച്ചാൽ ഈ വട്ടം ചെന്നപ്പം ഭയങ്കരമായിട്ട് കടൽ ശോഭിച്ചിരിക്കുന്നതാണ് കണ്ട. കടൽ ഇച്ചിരി ഇങ്ങനെ കയറി വന്നു. അപ്പം നമ്മളവിടെ കടയിലൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഈ ഒരു ടൈമിൽ കടലൊക്കെ ഇങ്ങനെ കയറി വരുന്ന ഒരു ടൈമാണെന്ന് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് നമ്മൾ ഓണത്തിനൊക്കെ മുന്നേ എടുത്താട്ടോ, സെപ്റ്റംബർ തുടക്കം എടുത്തതാണ്. വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യാൻ വരാൻ ഞാൻ ഒത്തിരി താമസിച്ചു പോയതാട്ടോ. ഇനി നമ്മുടെ നാട്ടിലെ ഓണത്തിൻ്റെ വീഡിയോ ഒക്കെ വരാൻ കിടക്കുന്നേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ ബീച്ചിലൂടെ ഒക്കെ നടക്കും. എനിക്ക് വീഡിയോ എടുക്കാനേ പറ്റുന്നില്ല, കാരണം ആൾക്കാരിങ്ങനെ ഇനി നമുക്കറിയത്തില്ലല്ലോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമോ ഇങ്ങനെ വീഡിയോ എടുക്കുന്നത്. അതുകൊണ്ട് ഞാൻ പിന്നെ വീഡിയോ ഒക്കെ താഴ്ത്തി അധികം ആൾക്കാരെ ഉൾപ്പെടുത്താത്ത രീതിയിൽ ഞാൻ വീഡിയോസൊക്കെ എടുത്തത്. എന്നിട്ട് നമ്മൾ അവിടെ നിന്നൊരു കട്ടനും ഒക്കെ കുടിച്ച് പിന്നെ അങ്ങനെ കുറച്ച് ടൈം അവിടെ എന്തായാലും സ്പെൻഡ് ചെയ്തു കേട്ടോ. അപ്പം ഞാൻ കുറച്ച് നാളെ അഴീക്കൽ ബീച്ചിൽ വന്നിട്ട്, കഴിഞ്ഞ വട്ടം വന്നില്ലെന്ന് തോന്നുന്നു, അതിന് മുമ്പത്തെ വട്ടമൊക്കെ വന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബീച്ച്. പക്ഷേ എനിക്ക് ബീച്ചിൽ ഇറങ്ങുന്ന ഇപ്പോൾ കുറച്ച് അലർജിയാണ്. ഇത് കാലിന് ഇതുപോലെ പിമ്പിൾസ് പോലെ വന്നിട്ട് അത്യാവശ്യം വലുതായി വേദനയൊക്കെ എടുക്കുന്നതുകൊണ്ട് അത് പേടിച്ച് ഞാൻ ബീച്ചിൽ ഇറങ്ങിയില്ല. അങ്ങനെ ഇപ്പം എല്ലാ ബീച്ചിലും ഇല്ല, ചില ബീച്ചിലൊക്കെ ഉള്ളു. ഇവിടെയൊക്കെ എനിക്ക് ദുബായിലൊക്കെ കുറച്ച് ചില ബീച്ചിലൊക്കെ ഉണ്ട്, എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിയത്തില്ല. അതിന് ഞങ്ങൾ ബജ്ജിയും അതുപോലെ തന്നെ കട്ടൻ ചായയൊക്കെ ഞാൻ മേടിച്ചില്ല, എണ്ണമൊക്കെ മേടിച്ച് കുറച്ച് നേരം അവിടെ ടൈം സ്പെൻഡ് ചെയ്തു കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഏട്ടൻ്റെ വീട്ടിലോട്ട് പോകാനാണ് പ്ലാൻ. എന്തായി കഴിഞ്ഞില്ല? നമ്മൾ കീച്ചൻ അവിടെ ചെയ്യാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അതെന്തോ കടൽക്കാറ്റൊക്കെ അടിച്ചിട്ട് അത് ശരിയായില്ല. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഏട്ടൻ്റെ ചിറ്റപ്പൻ്റെ ഒക്കെ വീട്ടിലോട്ട് വന്നു കേട്ടോ. അവിടെ എല്ലാവരും ഉണ്ടായിരുന്നു. പിന്നെ അവിടെ ഇച്ചിരി മുതിർന്ന ആണുങ്ങളൊക്കെ അപ്പുറത്ത് ഈ കല്യാണത്തിൻ്റെ ഓരോ പ്ലാനിങ് ആയിരുന്നു അവിടെ നടക്കുന്നത്. ഞങ്ങൾ ഇവിടെ മാറി ഇരുന്നിട്ട് ഞങ്ങളെല്ലാവരും ഇവിടെ കേക്ക് മുറിച്ച് കഴിച്ചു കേട്ടോ. അപ്പോൾ അത്യാവശ്യം എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കേക്കൊക്കെ മുറിച്ചു. പിന്നെ അവിടെ കുറച്ച് നേരം ടൈമൊക്കെ സ്പെൻഡ് ചെയ്തു കേട്ടോ. എന്നിട്ടാണ് നമ്മൾ തിരിച്ച് വീട്ടിൽ പോകുന്നത്. ഞാനന്ന് കേറിയപ്പോ നീലക്കുയിലിന്റെ കൂടാണ് കണ്ടതയ്യ, കൂടാണ് കണ്ടതയ്യ. എൻ സ്വരം പൂവിടും ഗാനമേ, എൻ സ്വരം പൂവിടും ഗാനമേ, ഈ വീണയിൽ നീയൻ പല്ലവി, ഈ വീണയിൽ നീയൻ പല്ലവി, എൻ സ്വരം പൂവിടും ഗാനമേ, ഈ വീണയിൽ നീയൻ നമുക്ക് എല്ലാവരും ചോദിക്കും പാടുന്ന ആയിക്കോട്ടെ. അത് നിങ്ങളേതായിരുന്നു ഞങ്ങളുടെ കാലഘട്ടത്തിലാ കാലഘട്ടത്തിലുണ്ട് പകുതിയുണ്ട്. പകുതി. ഒരു 5 കൊല്ലം താഴോട്ട്, ആയിക്കോട്ടെ 5 അല്ലെങ്കിൽ 10 ബാക്കി പാടിയാ മതി. ചിറ്റപ്പ ഒരു 10-15 കൊല്ലം കൂടി വന്ന 20. താമരക്കുമ്പിളിലെന്തുണ്ട് അമ്പിളിയമ്മാവ, താമരക്കുമ്പിളിലെന്തുണ്ട് കൊമ്പിട്ടിരിപ്പാണോ മാനത്തെ കൊമ്പനപ്പുറത്ത്, കുമ്പിട്ടിരിപ്പാണോ മാനത്തെ കൊമ്പനപ്പുറത്ത്, അമ്പിളിയമ്മാവ താമരക്കുമ്പിളിലെന്തുണ്ട്.
അമരക്കുമ്പിളുമായി അമ്മാവൻ താഴോട്ട് ഒരു പിടിയില്ല വിട്ടേ ലാസ്റ്റ് പിടിച്ചാലും താഴോട്ട് പോയി താഴോട്ട് പോയിട്ട് മുകളിലോട്ട് വന്നില്ല. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിൽ പോയി കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയായിരുന്നു, കുറച്ച് ലോങ് ആയിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്നൊക്കെ വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് കാണാം. അതുവരേക്കും ബായ്.